എൻ്റെ കിച്ചണിലെ പണികൾ ഈസിയാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ അത് തരം തിരിച്ച് കട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഇപ്പോൾ തോരനുള്ളതാണെങ്കിൽ തോരന് വേണ്ടിയിട്ട്, പിന്നെ അവിയലിനുള്ളതാണെങ്കിൽ അങ്ങനെ, സാമ്പാറിനുള്ളതാണെങ്കിൽ അങ്ങനെ, അതല്ല എന്തെങ്കിലും ചാറ് കറി വെക്കണമെങ്കിൽ അതിനുള്ള രീതിയിലൊക്കെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു ദിവസത്തെ പണികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിലെ കുക്കിംഗ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിയും. അതല്ല നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കിച്ചണിൽ കയറുന്ന സമയം തൊട്ട് നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ് വരാൻ എങ്ങനെ വന്നാലും ഒരു 2-2.5 മണിക്കൂർ അടുത്ത് എടുക്കും. അതായത് പാത്രം കഴുകലും കുക്കിങ്ങും എല്ലാം കൂടെ. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ വരിക, കട്ട് ചെയ്ത സാധനങ്ങൾ എടുത്ത് കുക്ക് ചെയ്ത പണി മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് കിച്ചണിൽ വേസ്റ്റ് ആകുന്നത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചക്കറി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാം ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ ഏകദേശം ഒരു മണിക്കൂർ കൂടി വന്ന ഒരു 1.25 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ബോക്സിലാണ് ഞാൻ കട്ട് ചെയ്ത വെജിറ്റബിൾസ് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഓരോ ആഴ്ചത്തേക്കും എന്തൊക്കെയാണ് കുക്ക് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യും. അതിനനുസരിച്ചാണ് ഇപ്പം പച്ചക്കറികളൊക്കെ മേടിക്കുന്നത്. ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 മാസം 5 മാസം അടുത്ത് ആവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനു മുമ്പ് ഞാനും ഇതുപോലെ സാധാരണ പച്ചക്കറി കടയിൽ പോവും, കാണുന്ന പച്ചക്കറികളൊക്കെ വാങ്ങിക്കും, അതിൽ കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ ഉപയോഗിക്കും, കുറേ സാധനങ്ങളൊക്കെ ചീത്തയായി പോവും. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് തുടങ്ങിയത്. അതായത് ഒരു ആഴ്ചത്തേക്കിന് ഏതൊക്കെ കറികളാണ് വെക്കുന്നത്, എന്തൊക്കെ തോരൻ വെക്കണം, എന്തൊക്കെ മെഴുക്കുവരട്ടി വെക്കണം, എന്തൊക്കെ ചാറ് കറി വെക്കണം എന്നൊക്കെ ഒന്ന് തീരുമാനിക്കും. അതിനുശേഷം അതിനനുസരിച്ചുള്ള പച്ചക്കറികൾ ആ ആഴ്ചത്തിലേക്ക് മേടിക്കും. പിന്നെ 1-2 പച്ചക്കറികൾ ചിലപ്പോൾ നമുക്കൊരാഴ്ചത്തേക്കിന് കൂടുതലുണ്ടാവും. നമ്മൾ സാധാരണയായിട്ട് മേടിക്കുന്നതിലും കൂടുതലായിട്ട് നോൺ വെജ്, അതായത് മീനോ ചിക്കനോ എന്തെങ്കിലും കൂടുതലായിട്ട് മേടിച്ചാൽ ചിലപ്പോൾ ചില പച്ചക്കറികൾ കൂടുതലായിട്ട് വരും. അപ്പോൾ ആ ആഴ്ചയിൽ സാധാരണ മേടിക്കുന്ന ദിവസത്തേക്കാൾ 1-2 ദിവസം മുന്നോട്ട് പോകും പിന്നെ അടുത്ത ട്രിപ്പ് പച്ചക്കറികൾ മേടിക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പയർ മെഴുക്ക് വരട്ടിക്ക്, പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടിക്കുള്ളത്, ബീട്രൂട്ട് തോരന്, പയർ തോരന്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നത് ഞാൻ ഇതുപോലെ സിപ്ലോ കവറിലാക്കി വെച്ചു. പിന്നെ മുരിങ്ങയ്ക്കയും പിന്നെ വെള്ളരിക്ക ഉണ്ടായിരുന്നു. വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്തത് ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ബോക്സിനുള്ളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതുപോലെയുള്ള ബാസ്ക്കറ്റുകളിൽ ഇട്ട് വയ്ക്കും. അപ്പോൾ പഴം മേടിച്ചിട്ടുണ്ട്, വാട്ടർമെലൺ മേടിച്ചിട്ടുണ്ട്, പിന്നെ ആപ്പിൾ, പെയർ, ഇത്രയാട്ടോ ഈ ആഴ്ചത്തേക്കിന് നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ കവറിനുള്ളിൽ നിന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിലൊക്കെ അതിനുള്ളിൽ ഇരുന്നിട്ട് ചീത്തയായി പോവും. പിന്നെ കട്ട് ചെയ്ത് വെക്കേണ്ട ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർമെലനൊക്കെ ഞാൻ കട്ട് ചെയ്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ മക്കൾക്ക് പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊന്നും ഫ്രിഡ്ജിലേക്ക് മാറ്റാത്തത്. അപ്പോൾ ഈ ആഴ്ചത്തിനുള്ള മീനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ കവറിലായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇച്ചിരി നേരം വൈകി, അതുകൊണ്ട് ഞാനിത് നന്നാക്കുന്നൊന്നുമില്ല. ഒക്കെ കട്ട് ചെയ്താണ്, കഴുകി ക്ലീനാക്കി എടുത്താൽ മാത്രം മതി. ഇത് അതുപോലെ തന്നെ ഫ്രീസറിലേക്ക് ഇപ്പോൾ എടുത്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മീനെടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ദിവസം സ്കൂളിൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ എനിക്കും കുറച്ച് ടൈമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയിലൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാത്രം തുറക്കുക, പാത്രത്തിൽ നിന്ന് ഇടുക, എളുപ്പമാണ്, കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നടക്കും. അതുപോലെ നമ്മൾ കണ്ടില്ലേ, ഞാൻ 3 ചട്ടി ഒരേ സമയത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരെണ്ണം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ബീട്രൂട്ട് തോരനും പയർ മെഴുക്കുവരട്ടിയാണ് വയ്ക്കുന്നത്. കണ്ടില്ല എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നോക്കൂ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ, അടിപൊളിയായിരിക്കും.